കോഴിക്കോട് മുണ്ടുപാലത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെരീഖിനെ തലക്കടിച്ചു കൊന്നുവെന്നാണ് സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. പോലീസ് പരിശോധനയിൽ കൊലപാതക ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല. ലഹരി ഉപയോഗം മൂലമുള്ള മരണമെന്നാണ് സംശയം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, അതായത് ഈ സുഹൃത്ത് പറയുന്നത് തലക്കടിച്ചു കൊന്നുവെന്ന്, പക്ഷേ ലഹരി ഉപയോഗമാണ് ഇതിന് കാരണമെന്നുള്ളതാണോ? രാഖി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോഴിക്കോട് പെരുമണ്ണ മുണ്ടൂപ്പാലത്താണ്. ഒരു വാടക വീടാണ്. ഈ വാടക വീട്ടിനുള്ളിലാണ് ഷെരീഫ് എന്ന് പറയുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഷെരീഫ് മരിച്ചു എന്ന് ഈ പോലീസിനോട് പറയുന്നത് മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ഈ മരണപ്പെട്ട ഈ ഷെരീഫിന്റെ സുഹൃത്താണ്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും താനിങ്ങനെ തന്റെ സുഹൃത്തിനെ തലക്കടിച്ച് കൊന്നിട്ടുണ്ട്, അയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പന്തീരങ്കാവ് പോലീസിൽ പറയുന്നു. ഉടൻ തന്നെ ഇത് കേട്ടപാടെ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ഈ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഈ മൽപ്പിടുത്തത്തിന്റെയോ തലക്കടിച്ചതിന്റെയോ ഒരു ലക്ഷണങ്ങളോ പാടോ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഇരുവരും അമിതമായ അളവിൽ ലഹരി ഉപയോഗിച്ചു. ഈ ലഹരി ഉപയോഗിച്ചതിനിടയിൽ ഈ ഷെരീഖ് മരണപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. പക്ഷേ ഇനി മറ്റെന്തെങ്കിലും ഇതൊരു കൊലപാതകമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അടിമുടി ദുരൂഹത ഉണ്ട്. ഇനിയിപ്പോൾ ഷെരീഖ് ഈ ലഹരി ഉപയോഗിച്ചാണ് മരണപ്പെട്ടതെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം അളവിൽ ലഹരി ഉള്ളിൽ ചെന്നത്? ലഹരി മാഫിയയ്ക്ക് ഇത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് എന്തായാലും ഈ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗമാണ് എങ്കിൽ അമിത അളവിൽ എങ്ങനെയാണ് ലഹരി എത്തിയത്, ഇത്രയധികം അളവിൽ എങ്ങനെ എത്തി എന്നുള്ളത് സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു. അനഘാഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.